എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പം കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈസിലാണ്. ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ? അപ്പൊ ഈ ഔട്ട്പുട്ട് ഡിവൈസിനെ നമുക്ക് എന്താക്കാം? രണ്ടായി തിരിക്കാം. എന്തൊക്കെയാ? ഹാർഡ് കോപ്പി, അതേപോലെ എന്താ സോഫ്റ്റ് കോപ്പി. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് ഡിവൈസിനെ നമ്മൾ രണ്ടായി തിരിച്ചു. എന്താണ്? ഹാർഡ് കോപ്പിയും അതേപോലെ ഏതാ സോഫ്റ്റ് കോപ്പിയും. അപ്പം എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്? നമുക്കൊന്ന് പറയാം. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാല് എളുപ്പത്തിൽ നമ്മൾ ആലോചിച്ച് പറയാണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയി ചെയ്യുന്ന ഡിവൈസുകളെ, കമ്പ്യൂട്ടറിൽ നിന്നുമുള്ള വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ പ്രിന്റായി ലഭിച്ചു തരുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് നമ്മൾ പറയാ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ തിരികെ തിരിച്ചു തരുന്ന ഡിവൈസുകളാണ് ഏതൊക്കെ? ഈ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഔട്ട്പുട്ട് ഡിവൈസിനെ നമ്മൾ രണ്ടായി തിരിക്കും. എന്തായി തിരിക്കും? ഹാർഡ് കോപ്പി എന്നും സോഫ്റ്റ് കോപ്പി എന്നും പറയും. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പറിൽ തന്നെ കിട്ടുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ നമുക്ക് തിരിച്ച് പേപ്പറിലാക്കി കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും? ഹാർഡ് കോപ്പി എന്നും, തിരിച്ച് ഡിജിറ്റലായി കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും? സോഫ്റ്റ് കോപ്പി എന്നും പറയും. അപ്പം ഹാർഡ് കോപ്പി എന്താ, സോഫ്റ്റ് കോപ്പി എന്താന്ന് ക്ലിയർ ആയില്ലേ? ഇനി ഹാർഡ് കോപ്പി എന്ന് പറയുന്നതിന് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പ്രിന്റർ, ഹാർഡ് കോപ്പിക്ക് എക്സാമ്പിൾ ആണ് പ്രിന്റർ. അതേപോലെ പ്ലോട്ടർ, ഇതൊക്കെ എന്താ? ഹാർഡ് കോപ്പിക്ക് എക്സാമ്പിൾ ആയ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് പേപ്പറിൽ തിരിച്ചു തരുന്ന ഔട്ട്പുട്ടായ ഡിവൈസുകളെ നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് പ്രിന്റർ, പ്ലോട്ടർ. തിരിച്ച് ഡിജിറ്റലായി തരുന്നതിനെ നമ്മൾ എന്ത് പറയും? സോഫ്റ്റ് കോപ്പി എന്നും പറയും. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് നോക്കാം. ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, LCD പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ ഏതാ? സ്പീക്കർ. ഏതൊക്കെയാണ്? പ്രിന്റർ, പ്ലോട്ടർ, LCD പ്രൊജക്ടർ, മോണിറ്റർ, പിന്നെയോ സ്പീക്കർ. ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് മോണിറ്റർ, then printer, plotter, LCD projector, printer, plotter, LCD projector, പിന്നെ ഏതാണ്? സ്പീക്കർ. അപ്പൊ ഇവയൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകൾ? മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, LCD പ്രൊജക്ടർ, സ്പീക്കർ. അപ്പൊ നമുക്കിനി ഓരോന്നിനെ കുറിച്ച് അങ്ങ് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മോണിറ്ററിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മോണിറ്ററിനെ കുറിച്ചാണ്. നമുക്ക് മോണിറ്ററിനെ കുറിച്ച് അങ്ങ് പഠിക്കാം. ആരാണ്?
മോണിറ്റർ. ആരാണ്? മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെ? മോണിറ്ററിന് നമ്മൾ എന്താ പറയാ? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയും. ഇനി നമ്മൾ കീബോർഡ്, ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡ് ഇസ് ദ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു അല്ലെ? അതേപോലെ മോണിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എന്താണ്? പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പം മോണിറ്റർ എന്താണ് പറയാ? പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് പറയാ. അതേപോലെ തന്നെ മോണിറ്ററിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. എന്താണ്? സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്നും പറയുന്നത് ആരെയാണ്? മോണിറ്ററിനെയാണ്. അപ്പൊ മോണിറ്ററിനെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നും സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്നും പറയും. സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പ്രോസസ് ചെയ്യുന്ന വിവരങ്ങള് ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഏതാണ്? സോഫ്റ്റ് കോപ്പികളാണ്. മോണിറ്റർ ഡിജിറ്റൽ രൂപത്തിലല്ലേ കാണിച്ചു തരിക? അതുകൊണ്ടാണ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്നും ആരെ പറയുന്നത്? മോണിറ്ററിനെ പറയുന്നത്. ഓക്കെ, ഇനി മോണിറ്ററിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പല ടൈപ്സ് മോണിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ മോണിറ്റർ എന്ന് പറയുന്നത് പല ടൈപ്പ് മോണിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് മോണിറ്റേഴ്സ് ആണുള്ളതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം മോണിറ്റേഴ്സിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെയാണ്? ഒന്നാണ് കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ. എന്താണ്? കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ. കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ. ഇനി മറ്റൊരു മോണിറ്റർ ആണ് ഇത്. ഒന്ന് കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ, മറ്റൊന്നാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ. ഒന്ന് കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ, രണ്ട് ലിക്വിഡ് ഡിസ്പ്ലേ മോണിറ്റർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ. ദെൻ അടുത്തത് പ്ലാസ്മ മോണിറ്റർ. ഏതാണ്? പ്ലാസ്മ മോണിറ്റർ. ദെൻ അടുത്തത് ഏതാണ്? തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്റർ. എന്താണ്? തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്റർ. തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്റർ. ദെൻ ലാസ്റ്റ് ഒറ്റൊരു മോണിറ്ററും കൂടെ ഉണ്ട്. അതാണ് എന്ത്? ഹൈ എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. എന്താണ് പേര്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. അപ്പൊ ഏതൊക്കെ തരം മോണിറ്റേഴ്സ് ആണുള്ളത്? കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ, പ്ലാസ്മ മോണിറ്റർ, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്റർ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. ദേ ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്. അപ്പം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ എന്ന് പറയുന്നതാണ് ഏത്? LCD മോണിറ്റർ. LCDന്റെ ഫുൾ ഫോം ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ LCD മോണിറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? LCD മോണിറ്റർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോണിറ്ററിൽ നോക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, മോണിറ്റർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതേപോലെ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മോണിറ്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോണിറ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഏത്? പ്രിന്റർ. ഏതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്? ഏതാണ്? പ്രിന്റർ.
പ്രിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വിവരങ്ങൾ, അതിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ പേപ്പറിലേക്ക് ലഭിക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെ പേപ്പറിലേക്ക് കിട്ടാൻ നമുക്ക് സഹായിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഏത്? പ്രിന്റർ. ഓക്കെ, അതിനു വേണ്ടി സഹായിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഏത്? പ്രിന്റർ. അപ്പൊ പ്രിന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പറിലേക്കാണല്ലേ അത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിന്ററിനെ എന്ത് പറയും? ഒരു ഹാർഡ് കോപ്പി ഡിവൈസ് ആയിട്ട് എന്ത് പറയും? പ്രിന്ററിനെ കാണാം. അപ്പൊ പ്രിന്റർ എന്ന് പറയുന്ന ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാ? മോണിറ്റർ എന്നാണ് പറഞ്ഞു. അപ്പൊ പ്രിന്റർ എന്ന് പറയുന്നത് എന്താ? ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പം പ്രിന്ററിൽ നമ്മൾ പറഞ്ഞു പ്രിന്റർ എന്ന് പറയുന്നത് പ്രിന്ററിന് നമ്മൾക്ക് കൊടുക്കുന്ന വിവരങ്ങൾ, ഇൻപുട്ട് ഡിവൈസ് വഴി നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് പേപ്പറിൽ തിരിച്ചു കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ എന്ന് പറഞ്ഞു. ഇനി പ്രിന്ററിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സും ഉണ്ട്, അതുകൂടി നമുക്ക് ഇവിടെ നോക്കണം. അപ്പം പ്രിന്ററിന്റെ ഹെഡ് ഉണ്ടാവും പ്രിന്ററിന്. ആ പ്രിന്ററിന്റെ ഹെഡും, പ്രിന്ററിന് ഒരു ഹെഡ് ഉണ്ടാവും, പ്രിന്റർ എല്ലാവരും കണ്ടിട്ടില്ലേ? അതിന്റെ ഹെഡും പേപ്പറും തമ്മിൽ, പ്രിന്ററിന്റെ ഹെഡും പേപ്പറും തമ്മിൽ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ആ കണക്ഷൻ ഉള്ളതാണെങ്കിൽ, കണക്ട് ചെയ്തിട്ടുള്ള ടൈപ്പുള്ള പ്രിന്റേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയും. എന്ത് പ്രിന്റർ എന്നാണ് പറയുക? ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയും. ഇങ്ങനെ ഈ ഹെഡും, പ്രിന്ററിന്റെ ഹെഡും പേപ്പറും തമ്മിൽ യാന്ത്രികമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തതിനെ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും പറയും. അപ്പം പ്രിന്ററിന്റെ ഹെഡും പേപ്പറും തമ്മിൽ യാന്ത്രികമായിട്ടുള്ള കണക്ഷൻ ഉള്ള പ്രിന്റേഴ്സിനെ നമ്മൾ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഈ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയാ? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, അതേപോലെ ഡെയിലി വീൽ പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ. ഏതൊക്കെയാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഞാൻ ഇവിടെ എഴുതേ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, പിന്നെ ഏതാ? ഡെയിലി വീൽ പ്രിന്റർ, ഡെയിലി വീൽ പ്രിന്റർ, ദെൻ അടുത്തത് ചെയിൻ പ്രിന്റർ, വേറെ ഏതാണ്? ചെയിൻ പ്രിന്റർ, ദെൻ അടുത്തത് ലാസ്റ്റ് ഉള്ളത് ഏതാണ്? ചെയിൻ പ്രിന്റർ അല്ലാത്ത ഏതാണ്? ഒരു പ്രിന്ററും കൂടെ ഉണ്ട്, അതാണ് ഏത്? ഡ്രം പ്രിന്റർ. ഏതാണ്? ഡ്രം പ്രിന്റർ. അപ്പം പ്രിന്ററിന്റെ ഹെഡും പേപ്പറും തമ്മിൽ ഒരു യാന്ത്രികമായിട്ടുള്ള കണക്ഷൻ ഉള്ളവയെ നമ്മൾ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയും. ആ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഇത്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഡെയിലി വീൽ പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ. ഓക്കെ, ദെൻ ഇനി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഹെഡും പേപ്പറും തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ആ യാന്ത്രികമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത പ്രിന്റേഴ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. എന്താണ് വിളിക്കുക? നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അവയെ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്നാണ് പറയുക. നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്നാണ് ഇവ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ, ആ ബന്ധമില്ലെങ്കിൽ പറയാം. അപ്പൊ ആ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഇൻജെക്ട് പ്രിന്റർ. ഏതാണ്? ഇൻജെക്ട് പ്രിന്റർ. അടുത്തത് തെർമൽ പ്രിന്റർ. ഇൻജെക്ട് പ്രിന്റർ, നെക്സ്റ്റ് തെർമൽ പ്രിന്റർ, പിന്നെ ഏതാ? വേറെ ഒന്നും കൂടെ ഉണ്ട്, ലേസർ പ്രിന്റർ. ലേസർ പ്രിന്റർ. എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ വിളിക്കുന്നത്? ഇവ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. ഈ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് പ്രിന്ററിന്റെ ഹെഡും പേപ്പറുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല, ഒരു യാന്ത്രികമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രിന്റേഴ്സ് ഏതൊക്കെയാണ്? ഇൻജെക്ട് പ്രിന്റർ, തെർമൽ പ്രിന്റർ, ലേസർ പ്രിന്റർ. ഇനി ഞാൻ പറഞ്ഞു ഇവയെ എന്താണ് പറയുന്നത്?
നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി ഓരോന്നും എന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട, എങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുക എന്താണ് തെർമൽ പ്രിന്റർ എന്നൊക്കെ ഉള്ളത്, ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, തെർമൽ പ്രിന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന അതില്ല, ആ മെഷീൻ ഇല്ലേ, അതെന്താ തെർമൽ പ്രിന്റർ ആണ്. ഇപ്പൊ കുറച്ചും കൂടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ ഇല്ലേ, ടിക്കറ്റ് എടുക്കുന്ന ആ മെഷീൻ, അതെന്താണ് ഒരു തെർമൽ പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെ അതേപോലത്തെ പ്രിന്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, തെർമൽ പ്രിന്റർ എന്ന് പറയാ. അതായത് നമുക്ക് പ്രിന്റ് ചെയ്ത്, അപ്പൊ ഇങ്ങനത്തെ ബില്ലുകള് അതേപോലെ ടിക്കറ്റുകളൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന പ്രിന്റേഴ്സിനെയാണ് നമ്മൾ തെർമൽ പ്രിന്റർ എന്ന് പറയുക. അല്ലെങ്കിൽ അവയൊക്കെ എന്താണ് ഒരു നോൺ ഇമ്പാക്ട് അവയൊക്കെ തെർമൽ പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ്, അല്ല അവയാണ് തെർമൽ പ്രിന്റർ. ഇനി നമുക്ക് മഷി ഉപയോഗിക്കുന്നതാണെങ്കിൽ, അതായത് നമ്മൾ ഈ ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ, ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇൻജെക്ട് പ്രിന്റർ. ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കുന്ന പ്രിന്റേഴ്സ് ആണ് ഇത് ഇൻജെക്ട് പ്രിന്റേഴ്സ്. അതേപോലെ തന്നെ ഈ ഇങ്ക് പൗഡർ രൂപത്തിലുള്ളതാണ്. ലിക്വിഡ് ആയിട്ടുള്ള ഇങ്ക് ആണെങ്കിൽ അത് ഏതിലാണ് ഉപയോഗിക്കുക, ഇൻജെക്ട് പ്രിന്ററിൽ ഉപയോഗിക്കും. പൗഡർ രീതിയിലുള്ള ഇങ്ക് ആണെങ്കിൽ നമ്മൾ അത് ഏതിലാണ് ഉപയോഗിക്കുക, ലേസർ പ്രിന്ററിലാണ് ഉപയോഗിക്കുക. ഏതിലാണ് ഉപയോഗിക്കുക, ലേസർ പ്രിന്ററിലാണ് ഉപയോഗിക്കുക. ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കാര്യം അറിഞ്ഞു വെച്ചാൽ മതി. നിങ്ങൾ കാര്യം നോക്കേണ്ടത് പ്രിന്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എന്താണ്, ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതേപോലെ എത്ര ടൈപ്പ് പ്രിന്റേഴ്സ് ഉണ്ട്, അവന്റെ ഹെഡും പിന്നെ പേപ്പറും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് എങ്ങനെ വേർതിരിക്കുന്നു, ഇമ്പാക്ട് ആയിട്ട് നോൺ ഇമ്പാക്ട് ആയിട്ടും വേർതിരിക്കുന്നത്. അപ്പൊ ആ ഓരോ വേർതിരിക്കുന്നതിലും എക്സാമ്പിൾ ആയ പ്രിന്റേഴ്സ് ഏതൊക്കെ, അതൊക്കെ ഒന്ന് കാര്യമായിട്ട് ഇവിടെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ്. അപ്പൊ ഏതൊക്കെയാണ് എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്നും ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് വരുന്നതെന്നും, അതിൽ തന്നെ ആ ഔട്ട്പുട്ട് ഡിവൈസിൽ നമ്മൾ മോണിറ്ററിനെ കുറിച്ചും പ്രിന്ററിനെ കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ എല്ലാം ഒന്ന് പഠിച്ചതൊക്കെ ഒന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യമായി പറഞ്ഞ എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്നാണ് അല്ലെ പറഞ്ഞത്. അപ്പം എന്റെ കൂടെ തന്നെ ആലോചിച്ച് പറഞ്ഞു പോയിക്കോളൂ കേട്ടോ. അപ്പൊ എന്താ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, എന്താ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇൻപുട്ട് ഡിവൈസ് വഴി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരുന്ന, അല്ലെങ്കിൽ നമ്മൾ നൽകിയ വിവരങ്ങൾ പേപ്പറിലോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് തരുന്ന, എന്താണ് പ്രോസസ്സ് ചെയ്ത് തിരികെ തരുന്ന, അതിനു വേണ്ടി സഹായിക്കുന്ന ഡിവൈസുകളാണ് ഇത് ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഇനി പ്രോസസ്സ് ചെയ്ത് തരുന്ന രീതിക്കനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസിനെ എന്തായി തിരിക്കും, രണ്ടായി വേർതിരിക്കും. എന്താണ്, ഒന്ന് ഹാർഡ് കോപ്പി, ഒന്ന് സോഫ്റ്റ് കോപ്പി. നമുക്ക് പ്രോസസ്സ് ചെയ്ത് തിരികെ ലഭിക്കുന്നത് പേപ്പറിലാണെങ്കിൽ അതിനെ നമ്മൾ ഹാർഡ് കോപ്പി എന്നും, തിരിച്ച് ഡിജിറ്റൽ രൂപത്തിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സോഫ്റ്റ് കോപ്പി എന്നും പറയും. അങ്ങനെ ഹാർഡ് കോപ്പിക്ക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പ്രിന്റർ, പ്ലോട്ടർ ഒക്കെ പറഞ്ഞു. സോഫ്റ്റ് കോപ്പിക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഏത് പറഞ്ഞു, മോണിറ്റർ ഒരു സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനി നമ്മൾ നേരിട്ട് എന്തിലേക്ക് പോയി, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ട് മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, LCD പ്രൊജക്ടർ, അതേപോലെ സ്പീക്കർ, അവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഇനി ഓരോന്നിനെ കുറിച്ചും പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മോണിറ്ററിനെ കുറിച്ചാണ്. അപ്പൊ മോണിറ്ററിന്റെ പറഞ്ഞാൽ എന്താ, മോണിറ്റർ ഈസ് എ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെ. അപ്പം മോണിറ്റർ ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. നമ്മുടെ കീബോർഡ് പഠിച്ചതുപോലെ കീബോർഡിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് മോണിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെ. അതേപോലെ തന്നെ ഇറ്റ്സ് എ സോഫ്റ്റ് കോപ്പി ഡിവൈസ് അല്ലെ. ഇറ്റ്സ് എന്താണ്, ഒരു സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് മോണിറ്റർ അല്ലെ. ഇനി മോണിറ്ററിലെ ഡിഫറെന്റ് ടൈപ്സ് മോണിറ്റേഴ്സ് ഉണ്ടെന്നും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാ, പ്രിന്ററിനെ കുറിച്ചാണ്. പ്രിന്ററിനെ കുറിച്ച് എന്താ പറഞ്ഞത്, പ്രിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ ഹാർഡ് കോപ്പി ഡിവൈസ് ആണ്. എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യുന്ന വിവരങ്ങൾ നമുക്ക് തിരികെ പേപ്പറിൽ ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് പ്രിന്റർ അല്ലെ. ഇനി പ്രിന്ററിനെ കുറിച്ച് നമ്മൾ അത് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു, പ്രിന്ററിന്റെ ഹെഡും
പേപ്പറും തമ്മിലുള്ള ആ യാന്ത്രികമായിട്ടുള്ള കണക്ഷൻ അനുസരിച്ച് രണ്ടായിട്ട് പ്രിന്റേഴ്സിനെ വേർതിരിക്കും. ഒന്ന് ഇമ്പാക്ട് പ്രിന്ററും ഒന്ന് നോൺ ഇമ്പാക്ട് പ്രിന്ററും. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ബന്ധമുള്ളതും നോൺ ഇമ്പാക്ട് ബന്ധമില്ലാത്തതും അല്ലെ. ഇനി ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ പറഞ്ഞു, ഡെയിലി വീൽ പ്രിന്റർ പറഞ്ഞു, അതേപോലെ ഡ്രം പ്രിന്റർ പറഞ്ഞു, അതേപോലെ ചെയിൻ പ്രിന്റർ പറഞ്ഞു. പിന്നെ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? തെർമൽ പ്രിന്റർ, ലേസർ പ്രിന്റർ, അതേപോലെ ഇൻജെക്ട് പ്രിന്റർ. ഇനി ഇൻജെക്ട് പ്രിന്ററിൽ ഉപയോഗിക്കുന്ന മഷി എങ്ങനെയായിരിക്കും? ലിക്വിഡ് രൂപത്തിലുള്ളതായിരിക്കും. നേരെ മറിച്ച് ലേസറിലാവുമ്പോൾ അത് പൗഡർ രൂപത്തിലുള്ളതായിരിക്കും. പിന്നെ തെർമൽ പ്രിന്റർ എന്താണെന്നും പറഞ്ഞു. നമ്മൾ ബില്ലൊക്കെ എക്സാമ്പിളായി പറഞ്ഞാൽ ബസ്സിലൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന ആ ടിക്കറ്റ് കിട്ടുന്ന അത്, അതേപോലെ ബില്ലൊക്കെ കിട്ടാൻ ടിക്കറ്റ് ബില്ലൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ എന്താണ്? ഒരു തെർമൽ പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ബാക്കിയുള്ള ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചും പിന്നെ മെമ്മറി അതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.